വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മാപ്പ് പറയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിൽ തിരുത്തണം. ഒരു ജനവിഭാഗത്തെയും ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും PMA സലാം 24-നോട് പറഞ്ഞു. വളരെ ഖേദകരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിത്വത്തിൽ നിന്നുണ്ടായത്. ഈ സമയത്ത് തികച്ചും അടിസ്ഥാനരഹിതമായ വിദ്വേഷജനകമായ ഒരു പ്രസ്താവനയുമായി വരാൻ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ അവർക്ക് എങ്ങനെ സാധിച്ചു എന്നതാണ് ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുന്നത്. അദ്ദേഹത്തിന് തെറ്റിപ്പോയതാണെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാക്കണം. കാരണം തികച്ചും നീതീകരിക്കാൻ പറ്റാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു ജനവിഭാഗത്തെയും അടച്ചാക്ഷേപിക്കാൻ ഒരാൾക്കും അവകാശമില്ല. സമീർ ബിൻ കരീമാണ് വാർത്തയോട് ഒരുമിച്ചിരുന്നത്. സമീർ, ഇതിപ്പോൾ മന്ത്രി VN വാസവൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ്. സജി ചെറിയാനും ഒരു പരിധിവരെ പിന്തുണയ്ക്കുകയാണ്, പക്ഷേ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല. മന്ത്രി R ബിന്ദു അദ്ദേഹത്തെ രൂക്ഷമായ ഭാഷ അല്ലെങ്കിൽ കൂടിയും തള്ളിപ്പറയുകയാണ്. അപ്പോൾ സർക്കാരിനുള്ളിലെ ഈ ഭിന്നത നമ്മൾ കാണുന്നുണ്ട്. മാത്രം സിനിമാ മേഖലയിലും ആ ഭിന്നതയുണ്ട്. അതിനെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാനാണോ ലീഗിൻ്റെ തീരുമാനം? അതിൻ്റെ ഭാഗമായി കൂടിയാണോ ആ പ്രതികരണം? സമീർ. ഹാഷ്മി, തീർച്ചയായും മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി തന്നെയാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണത്തെ നേരിടുന്നത്, അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണത്തെ നേരിടുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. രൂക്ഷമായ ഭാഷയിലാണ് PMA സലാം അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാമർശം ഒരു തരത്തിലും ശരിയായില്ല. ഒരു ജനവിഭാഗത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ളത്. അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്താൻ തയ്യാറാവണം. മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകാമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ SC/ST വിഭാഗങ്ങൾ അടക്കമുള്ള ജനവിഭാഗത്തെ വളരെ മോശക്കാരാക്കുന്നു, വളരെ കള്ളന്മാരാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ള തരത്തിലാണ് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട